ഇമാം മിമ്പറിൽ കരയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് വഫഅലൂ മാ അമറകുമുല്ലാഹു വൻതഹൂ അമ്മാ നഹാകുമുല്ലാഹ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റിക്കോളൂ. അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞതിനെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. മക്കളെയൊക്കെ നല്ലപോലെ പഠിപ്പിക്കണം. മക്കളെ നല്ലപോലെ പഠിപ്പിക്കണം. നല്ലപോലെ അദബുകൾ കൊടുക്കണം. മൂത്തവരോട് സംസാരിക്കുമ്പോ നല്ല അദബോടെ സംസാരിക്കേണ്ട ശരീരങ്ങൾ രക്ഷിതാക്കളെ പഠിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ വയസ്സിന് മൂത്തവരോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് സംസാരിക്കേണ്ട രൂപം അതല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. മോനെ, വാപ്പയും ഉമ്മയും മരിച്ചവരല്ല കേട്ടോ യതീമുകൾ. യഥാർത്ഥത്തിൽ യതീമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ ആരുമില്ലാത്തവരാണ് കേട്ടോ. മക്കൾക്ക് ദീൻ പഠിപ്പിക്കാത്തവരാണ് യതീമുകൾ. അതാണ്, ആ മക്കളാണ് യതീമുകൾ. വാപ്പയും ഉമ്മയുമുണ്ട്, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിൽ അവരാണ് യതീമുകൾ.